പാഠം 884. വാടകയ്ക്കൊരു വീട്. ഇതെന്താ ഭയങ്കര എഴുത്ത്? കണക്കെഴുത്തായിരുന്നു. ഇതിന് മാത്രം എഴുതാനുള്ള കണക്ക് എന്താ ഉള്ളതെന്നാണ്. ഞാൻ ചിലവാക്കുന്ന ഓരോ നയാ പൈസയുടെയും കണക്ക് എന്റെ കയ്യിലുണ്ടാവും. ഇത് കണ്ടോ, ഇന്നലെ എനിക്ക് ചിലവായ കാശാണ്. വില്ലേജ് ഓഫീസിൽ എത്തുന്നത് വരെ ഒരൊറ്റ രൂപ ചിലവാക്കിയിട്ടില്ല. പക്ഷേ ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന വഴി വിജയന്റെ കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം 7 രൂപ. വൈകിട്ട് തിരിച്ചു വരുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഒരു ചായ 8 രൂപ. 10 രൂപ കൊടുത്തപ്പോ ചില്ലറയില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി ബാക്കി തന്നതുമില്ല. ആകെ ചെലവ് 17 രൂപ. കൃഷ്ണൻകുട്ടി തരാൻ ബാക്കിയുള്ളത് 2 രൂപ. ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് എന്താണ് കാര്യം? പേനയുടെ മഷി ചെലവാകുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന കാശ് തോന്നും പോലെ ചെലവാക്കുന്ന നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്നെ പോലെ ആയിരുന്നു ഞാനെങ്കിൽ നമ്മുടെ കുടുംബം പണ്ടേ കുത്തുവാള എടുത്തു പോനെ. അതാരണം നോക്ക്. ഹലോ വക്കീലെ, ഞാനാ ഉൽപ്പലാക്ഷൻ. ഉൽപ്പലാക്ഷൻ ചേട്ടാ, ഇതെന്താ രാവിലെ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം സാറിനോട് പറഞ്ഞായിരുന്നോ? അയ്യോ, ഞാനത് മറന്നുപോയി. ഇന്ന് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഞാൻ പറഞ്ഞാ പോരാ, എനിക്ക് ഇന്ന് തന്നെ തീരുമാനം അറിയണം. ഇതിപ്പോ അങ്ങനെ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാ. സാർ എത്ര മണിക്ക് ഓഫീസിൽ പോന്നെ? 9:30 കഴിയും. അപ്പൊ അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് വരാം. സാറിനെ നേരിട്ട് കണ്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാമല്ലോ. ഹലോ, അപ്പൊ ഇന്നിവിടെ ഒരു അടി നടക്കുന്നുള്ള കാര്യം ഉറപ്പായി. മോനട്ടാ, ഉൽപ്രാഷൻ ചേട്ടനാ വിളിച്ചത്. എന്താ കാര്യം? വീട്ടുപാടാ കഴിഞ്ഞ 1-ാം തീയതി കൊടുത്തല്ലോ. ഉൽപ്രാഷൻ ചേട്ടൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. എന്ത് കാര്യം? അല്ല, ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഉൽപ്രാഷൻ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അക്കാര്യം മോഹനോട് പറയാൻ ഞാൻ മറന്നുപോയതാ. എന്ത് കാര്യം? കേക്കുന്ന പാടെ മോഹനോട് ഒച്ച ബഹളൊന്നും ഉണ്ടാക്കരുത്. സംസാരിച്ച് തീർക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ഉൽപ്പലാക്ഷൻ ചേട്ടൻ വന്നത് എന്തിനാണെന്ന് പറയും. അല്ല, വക്കീല് വേറൊന്നും വിചാരിക്കരുത്. ഈ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് വന്നിട്ട് 2 വർഷം ആകുമ്പോല്ലേ. ഈ മാസം എഗ്രിമെന്റ് കാലാവധി കഴിയും. അടുത്ത 11 മാസത്തേക്കുള്ള എഗ്രിമെന്റ് എഴുതാൻ സമയമായി. അതിനെന്താ ഉൽപ്രാഷൻ ചേട്ടാ, മോഹനോട് വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞോളാം. എഗ്രിമെന്റ് എഴുതി ഈ ആഴ്ച തന്നെ ഉൽപ്രാഷൻ ചേട്ടന്റെ കയ്യിൽ എത്തിച്ചോളാം. പിന്നെ ഒരു കാര്യം, ഇത്തവണ എഗ്രിമെന്റ് എഴുതുമ്പോ പഴയ 4000 രൂപ വാടക വെച്ച് എഴുതരുത്. എനിക്കൊരു 1000 രൂപയെങ്കിലും കൂടുതൽ കിട്ടണം. 1000 രൂപ ഒറ്റയടിക്ക് കൂട്ടാനോ? അത് നടക്കാൻ പോകുന്നില്ല ഉൽപ്രാഷൻ ചേട്ടാ. അങ്ങനെ പറയരുത് വക്കീലെ. കഴിഞ്ഞ തവണ എഗ്രിമെന്റ് പുതുക്കിയപ്പോ വാടക 1 രൂപ പോലും കൂട്ടിയില്ലല്ലോ. ഇത്തവണ എനിക്ക് 1000 രൂപയെങ്കിലും കിട്ടിയേ പറ്റൂ. മോഹനയുടെ ഇത് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കാതെ പറ്റില്ല. വക്കീൽ ഇക്കാര്യം മോഹനേഷ് സാറിനോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കണം. പറ്റിയാൽ ഇന്ന് തന്നെ. നിങ്ങൾക്ക് കൂടിയ വാടക തരാൻ പറ്റില്ല എങ്കിൽ എനിക്ക് വേറെ വഴി നോക്കണമല്ലോ. അപ്പൊ ശരി വക്കീലെ. ഓ, വാടക കൂട്ടുകയോ? നടന്നു തന്നെ. ഇപ്പൊ തന്നെ മാസം 4000 രൂപയാണ് നമ്മൾ വാടക കൊടുക്കുന്നത്. ഇതുപോലൊരു നാട്ടിൻ പുറത്ത് ആ വാടക തന്നെ കൂടുതലാണ്. ഇനിയിപ്പോ അതിൽ കൂടുതൽ വാടക വേണമെന്നാണ് ഉൽപ്രാഷൻ ചേട്ടൻ പറയുന്നതെങ്കിൽ അത് നടക്കില്ല. ഞാനത് ഉൽപ്രാഷൻ ചേട്ടനോട് പറഞ്ഞല്ലോ. പക്ഷെ പുള്ളിക്കാരൻ രണ്ടും കൽപ്പിച്ചാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കാര്യം മോഹനോട് പറഞ്ഞോന്നറിയാൻ ഉൽപ്രാഷൻ ചേട്ടൻ ഇപ്പൊ വിളിച്ചത്. പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു മോഹനോട് ആഫീസിൽ പോകുന്നതിന് മുന്നേ ഇങ്ങോട്ട് വന്നോളാം. ഇങ്ങോട്ട് വരട്ടെ. ഉൽപ്രാഷൻ ചേട്ടനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം.
വഴക്കുണ്ടാക്കാനൊന്നും പോണ്ട. ഉൽപ്ലാഷ് ചേട്ടനെ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. ഉൽപ്ലാഷ് ചേട്ടന്റെ വീടല്ലേ ഇത്. പിന്നെ പുള്ളിക്കാരൻ വാടക കൂടി ചോദിച്ചിരിക്കുമല്ലോ. അത് പ്രയാസമാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നില്ലേ? വന്നോ? അയ്യോ, അത് ഉൽപ്ലാഷ് ചേട്ടനല്ല, ഉത്തമനാ. വിളിച്ചത് എന്നെയുവാ. ഞാൻ വാടക കൊടുത്തു തന്നെ. നമസ്കാരം വക്കീലെ. നമസ്കാരം. പിന്നെ ബാലഗോപാല ഡോക്ടർ അത്യാവശ്യമായിട്ട് വക്കീലിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു സമയം ചോദിച്ചു ഉറപ്പിച്ച് വിളിക്കാൻ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. എന്താ കാര്യം? അയ്യോ, ഡോക്ടർക്ക് ബ്ലോക്ക് ഓഫീസിന്റെ അടുത്തൊരു വീടുണ്ട്. അത് ഏതോ ട്രാവൽ ഏജൻസിക്കാർക്ക് വാടക കൊടുത്തിരിക്കുകയാണ്. 3-4 വർഷമായി ആഫീസ് അവിടെ നടക്കുന്നുണ്ട്. ഈ കൊല്ലം മുതൽ വാടക കൂട്ടിത്തരണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ അവര് പറയാണ് നടക്കൂലെന്ന്. എന്നാ പിന്നെ കെട്ടിടം ഒഴിഞ്ഞു പോവാൻ ഡോക്ടർ പറഞ്ഞു. അപ്പൊ അവര് പറയാണ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകാനൊന്നും പറ്റൂല. അത് മാത്രമല്ല, കെട്ടിടം ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരവും കൊടുക്കണമെന്ന്. അതിപ്പോ അവര് പറഞ്ഞാൽ എന്താ തെറ്റ്? വാടകയ്ക്ക് താമസിക്കുന്നതിന് അടുത്ത് പോയി ചുമ്മാ വാടക കൂട്ടിത്താന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ? അത് പിന്നെ സാറേ, 4 കൊല്ലം മുമ്പ് നിശ്ചയിച്ച വാടകയാണ്. ഇനി കൂട്ടി ചോദിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ? ആരായിരുന്നാലും ചോദിച്ചു പോവും. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഉത്തരം അറിയാലോ. സാധനങ്ങൾക്കൊക്കെ ഭയങ്കരമായ വിലയാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോ വീട്ടുടമസ്ഥൻ വന്ന് വാടക കൂട്ടിത്താന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല സാറേ, ഏത് വീട്ടുടമസ്ഥനായിരുന്നാലും വാടക കൂട്ടി ചോദിക്കൂലേ? വീട്ടുടമസ്ഥന് വീട് വെച്ച് ഒരാൾക്ക് വാടക കൊടുത്താൽ മതി. വാടകക്കാരന് പറയാൻ സാർക്ക് അറിയണ്ടല്ലോ. അത് എവിടുത്തെ ന്യായം? ഞാൻ പറയുന്നത്, വീട് വാടകയ്ക്ക് എടുക്കുമ്പോ 10 കൊല്ലത്തേക്ക് വാടക കൂട്ടില്ല എന്നൊരു അഗ്രിമെന്റ് വെക്കണം. അല്ല പിന്നെ സാധാരണക്കാരന് ജീവിക്കണ്ടേ? വാടക കൂട്ടിത്താ. അതിനേക്കാളും നല്ലത് വീട് വാടകക്കാരന്റെ പേരിൽ തീറാധാരം എഴുതി കൊടുക്കുന്നതല്ലേ? പിന്നെ വക്കീലെ, ഞാൻ ഡോക്ടറോട് എന്തൊന്ന് പറയണം? ഞാൻ 10 മുതൽ ഓഫീസിലുണ്ടാവും. ഡോക്ടറോട് സൗകര്യം പോലെ അങ്ങോട്ട് വന്ന് കാണാൻ പറഞ്ഞാൽ മതി. ഇടയ്ക്ക് കോടതി പോയാലും ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളൂ. ഓ ശരി വക്കീലെ. പിന്നെ ഈ ട്രാവൽസ് നടത്തുന്ന പാർട്ടിയൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുണ്ട്. ഡോക്ടർ പോലീസുകാരുടെ അടുത്ത് പരാതിപ്പെടാൻ ചെന്നപ്പോഴേ പോലീസുകാർ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. കെട്ടിടം വാടകയ്ക്ക് കൊടുത്തപ്പോ കരാർ എഴുതിയിട്ടുണ്ട്. എല്ലാ വർഷവും അത് പുതുക്കിയായിരുന്നു. പിന്നെ അതിലൊക്കെ ഡോക്ടർ കൃത്യനിഷ്ഠക്കാരനല്ലേ? എങ്കിൽ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി ശരി. ഉത്തമ, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ് സാറേ? ഇന്നലെ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇവിടെ വന്ന് ഭാമയോട് പറഞ്ഞു അടുത്ത മാസം മുതൽ വീടിന്റെ വാടക കൂട്ടി കൊടുക്കണമെന്ന്. ഇന്നിപ്പോ ഞാൻ ആഫീസിൽ പോകുന്നതിന് മുമ്പ് ആളിങ്ങെത്തുന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ വാടക കൂട്ടി കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ കൊടുക്കുന്നത് 4000 രൂപ. അതില് 1 രൂപ പോലും ഞാൻ കൂടുതൽ കൊടുക്കില്ല. ഓ, അപ്പൊ അതാണ് ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ സാറ് എതിര് പറഞ്ഞത്. ബാലഗോപാലൻ ഡോക്ടറെ കാര്യമൊക്കെ വിട്. ഇപ്പൊ നമുക്ക് തീർക്കേണ്ടത് ഇവിടുത്തെ പ്രശ്നം. എന്തായാലും വാടക കൂട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സാറേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കരാറിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുതുക്കി എഴുതണ്ടേ? പുതുക്കി എഴുതുമ്പോ വാടക കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ 2 വഴിയേ സാറിന്റെ മുമ്പിലുള്ളൂ. ഒന്നില് വാടക കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുക. തൽക്കാലം ഇത് 2 നടക്കാൻ പോകുന്നില്ല. ഈ നാട്ടിൽ ഇതുപോലൊരു വീടിന് 4000 രൂപ എന്ന് പറയുന്നതിനെ കൂടുതലാണ്. അതുകൊണ്ട് പൈസ കൂടി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് മാറുന്ന കാര്യം അതും തൽക്കാലം നടക്കില്ല. അയ്യയ്യ, അങ്ങനെ പറഞ്ഞ അങ്ങനെ സാറേ? സാറ് വാടക കൂട്ടി കൊടുത്തില്ലെങ്കിൽ ഉൽപ്പലാക്ഷ ചേട്ടൻ എഗ്രിമെന്റ് പുതുക്കി എഴുതൂല. പിന്നെ സാറിന് ഇവിടെ താമസിക്കാൻ പറ്റുമോ? പക്ഷേ ഉത്തമൻ, ഞങ്ങളിവിടെ ഇറങ്ങിയ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്ന 4000 രൂപ അങ്ങ് പോവും. അതിൽ നല്ലത് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് താമസിപ്പിക്കുന്നതല്ലേ നല്ലത്. സാർ എന്തോന്ന് മണ്ടത്തരാണ് ഈ പറയുന്നത്? സാറ് വാടക കൂട്ടി കൊടുത്തില്ലാത്തുണ്ടെങ്കിൽ ഉൽപ്പലാക്ഷൻ ചേട്ടന് വേറെ വാടകക്കാരെ കിട്ടുമല്ലോ. 4000 രൂപയിൽ കൂടുതൽ മാസ വാടക കൊടുത്ത് ഇവിടെ താമസിക്കാൻ ആര് വരുമെന്നോ പറയുന്നത്? അതൊക്കെ ആരെങ്കിലും കിട്ടാതിരിക്കോ സാറേ? എന്താ സാറേ, ഇന്നലെ ഒരു സംഭവം. ആ കോൺട്രാക്ടർ പണിയൊക്കെ നടത്തുന്ന ജനാർദ്ദനല്ലേ, അവന് ഉൽപ്പലാക്ഷ ചേട്ടനും കൂടി ഇന്നലെ വഴിയിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇതാരൊക്കെ? ഉൽപ്പലാക്ഷൻ ചേട്ടനും ജനാർദ്ദനോ? എന്താണ് വലിയ ചർച്ച? ഏയ്, ചർച്ചയൊന്നുമില്ല. ഞാൻ ഇതുവഴി വെറുതെ നടന്നു വന്നപ്പോ ജനാർദ്ദനെ വെറുതെ കണ്ടു. അപ്പൊ വെറുതെ സംസാരിച്ചു തന്നാ അല്ലയോ? അല്ല, ഉത്തമം വിചാരിക്കുന്ന പോലൊന്നുമില്ല.
അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ ഉൽപ്പലാക്ഷൻ ചേട്ടാ. അപ്പൊ ശരി, ഉത്തമം പോയിക്കോ, നമുക്ക് പിന്നെ കാണാം. ജനാർദ്ദനം വാ, നമുക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കാം. വാ. അല്ല, അവര് തമ്മിൽ സംസാരിച്ചപ്പോ എന്താ കുഴപ്പം? സാറേ, ഈ പറയുന്ന ജനാർദ്ദനെ ഈ ഭാഗത്ത് 1-2 പണികളൊക്കെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അവനും പണിക്കാർക്കും കൂടി താമസിക്കാൻ ഇവിടെ ഒരു വീട് വേണമെന്ന് കഴിഞ്ഞ ആഴ്ച അവൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ട് ഒരു വീട് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നലെ ജനാർദ്ദന് ഉൽപ്പലാക്ഷൻ ചേട്ടന് സംസാരിച്ചത് ഈ വീടിനെ പറ്റിയായിരിക്കും. സാറ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വാടക കൊടുക്കാന്ന് ജനാർദ്ദനെ പറഞ്ഞിട്ടുണ്ടാവും. പൈസ എന്ന് കേട്ട് കഴിഞ്ഞാൽ കമന്ന് വീഴുന്ന ആളാണ് ഉൽപ്പലാക്ഷൻ ചേട്ടായി. സാറിനെ ഒഴിവാക്കി ജനാർദ്ദന് വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇന്നലെ തന്നെ വന്ന് വാടക കൂട്ടുന്ന കാര്യം സാറിന്റെ അടുത്ത് പറഞ്ഞത്. സാറേ, എന്നെ കണ്ടപ്പോഴേ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ചെറിയൊരു പരിങ്ങലുണ്ടായിരുന്നു. ഞാൻ സംഭവം അറിഞ്ഞ മോനേഴ് സാറെ സംഭവം അറിയുമല്ലോ, അതാണ് എന്നെ കണ്ടപ്പോ അയാള് ചെറുതായിട്ടൊന്ന് പരിങ്ങുന്നത്. സാറേ, സംഗതി ആ വഴിക്കാണെങ്കിൽ പ്രശ്നമാണ്. വാടക ഇനത്തിൽ 5000-ഓ 6000-ഓ കൊടുക്കാൻ ജനാർദ്ദന് പറ്റും. അത് കിട്ടുമെന്ന് കണ്ട ഉൽപ്പലാക്ഷൻ ചേട്ടൻ സാറിന് ഇവിടെ നിറക്കുകയും ചെയ്യും. പക്ഷേ ഒരു സാധാ കോൺട്രാക്ടർക്ക് വീട് വാടക കൊടുക്കുന്ന പോലെയാണോ എനിക്ക് തരുന്നത്? ഒരു വില്ലേജ് ഓഫീസറാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറയുന്നതിൽ ഉൽപ്പലാക്ഷൻ ചേട്ടനെ അഭിമാനിക്കാമല്ലോ. എന്റെ സാറേ, 100 രൂപ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ ഇറക്കി വിട്ടിട്ട് ഏതെങ്കിലും വായി നോക്കിക്ക് ഈ വീട് കൊടുക്കാൻ മടിക്കാത്തവനാണ് ഉൽപ്പലാക്ഷൻ ചേട്ടൻ. ഈ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനൊരു സംഭവമൊന്നുമല്ല. സാറൊന്ന് മാറി. പിന്നെ സാറേ, ഞാൻ പറഞ്ഞ 2 വഴിയേ സാറിന്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ സാർ വാടക കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ സാർ ഇവിടെ നിന്ന് ഇറങ്ങുക. അല്ല, അതിനെങ്ങനെ? അത്രേ ഉള്ളൂ. സാറ് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കിയിട്ട് വേണം ഉൽപ്പലാക്ഷൻ ചേട്ടന് ഈ വീട് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ. കാശ് കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാണ്. അല്ല എന്താ? ഏയ്, അങ്ങനെ ഒരു മണ്ടത്തിൽ ഉൽപ്പലാക്ഷൻ ചേട്ടൻ കാണിക്കുവോ? മാന്യമായ അന്തസ്സായം ജീവിക്കാൻ നമ്മളെ പോലെ ഒരു വാടകക്കാരെ വേറെ എവിടെ കൊണ്ട് വിളിക്ക്. എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോൾ കൃത്യമായിട്ട് വാടക കൊടുക്കും. വീടോ നല്ല ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാടകക്കാരെ അല്ലേ വീട്ടുടമസ്ഥൻ ആഗ്രഹിക്കുക? അതെ, പക്ഷേ ആൾ ഉൽപ്പലാക്ഷൻ ചേട്ടനല്ലേ. കുറച്ച് കാശ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അയാൾ എന്തും ചെയ്യും. അയാൾ കാശ് മതി. നമ്മൾ കൊടുക്കുന്ന കൂടുതൽ വാടക കൊടുത്ത് ആരാ മോനോട്ട് ഈ വീട് എടുക്കുക? ഒരാള് വരാൻ പോകുന്നില്ല അതിന്. ഉൽപ്പലാക്ഷൻ ചേട്ടനായിരിക്കും. അതെ, മോനോട്ട് വഴക്കിലൊന്നും പോകണ്ട. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാലോ. നമസ്കാരം മോനേഷൻ സാറേ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വരൂ, കയറിയിരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല. ഞാൻ പറയാമെന്നോ പറഞ്ഞിട്ടങ്ങ് പൊയ്ക്കോളാം. ഇന്നലെ ഞാൻ വക്കീലിനോട് പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനമായോ സാറേ? അതിപ്പോ പെട്ടെന്ന് 1000 രൂപ വാടക കൂട്ടെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഉൽപ്പലാക്ഷൻ ചേട്ടാ. ഇപ്പൊ 4000 രൂപ തരുന്നത് എന്നെ വളരെ പ്രയാസപ്പെട്ട. പിന്നെ എങ്ങനെ അതിൽ കൂടുതൽ തരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാ പോരല്ലോ. ഇതിപ്പോ ഈ വാടക 2 കൊല്ലമായി ഉള്ളതല്ലേ. ഇനി എനിക്ക് 1000 രൂപയിലും കൂടുതൽ കിട്ടണം. ഉൽപ്പലാക്ഷൻ ചേട്ടാ, ഈ കൊല്ലം കൂടി ഇങ്ങനെ പോട്ടെ. അടുത്ത കൊല്ലം വാടക കൂടി തരാം. അങ്ങനെ ഒരുപാട് കൂട്ടാൻ പറ്റില്ല. ഒരു 50 രൂപ. ഇതെന്താ സാറേ, മീൻ കച്ചവടോ? ഇങ്ങനെ ഒരു കൊട്ടാരം പോലുള്ള വീടിന് ഞാൻ 4000 രൂപയിലേ വാങ്ങുന്നുള്ളൂ. അത് തീരെ കുറവാ. ഈ വീടിനെയാണോ ഉൽപ്പലാക്ഷൻ ചേട്ടൻ കൊട്ടാരം എന്ന് വിളിച്ചത്? ഇതിനെന്താ കുഴപ്പം? ഇതിനെന്ത് കുഴപ്പമാണ് ഇല്ലാത്തത്? വീടിന്റെ പുറകുവശം മുഴുവനും കാടാണ്. മതിലിന്റെ പുറത്തുള്ള കാട് വെട്ടാൻ ഞങ്ങളെ കൂടെ പറ്റില്ലല്ലോ. ആ കാട് വെട്ട ഒരാളെ പറഞ്ഞു വിടാൻ ഞാൻ എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. പണിക്കാരെ കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഈ പൈപ്പൊക്കെ മൊത്തം കേടാ. കിടപ്പൂറിൽ സ്വിച്ചിലല്ല, ഭിത്തി തൊടാനും കറണ്ടടിക്കും.
ഇതൊക്കെ ശരിയാക്കി തരേണ്ടത് ഉൽപ്പലാക്ഷൻ ചേട്ടനല്ലേ? ഇതുവരെ എന്തെങ്കിലും ചെയ്തോ? വേറെയുണ്ട്. അടുക്കളയുടെ ഭാഗത്ത് 3 ഓട് പൊട്ടിയിട്ട് മഴവെള്ളം അത്രയും വീടിനകത്തേക്കാണ് വീണോണ്ടിരിക്കുന്നത്. നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തരേണ്ടത് ഉൽപ്പലാക്ഷ ചേട്ടനാ. അതെന്തെങ്കിലും ഇതുവരെയായിട്ട് ചെയ്തോ? നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ വീടിന് കുറ്റങ്ങൾ മാത്രമേ ഉള്ളല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുന്ന് താമസം മാറിക്കോ. അതെന്ത് വർത്താനോ? ആ, ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറയുന്നത് മാത്രം കേട്ടാ പോരല്ലോ, ഞങ്ങൾ പറയുന്നത് കേൾക്കണം. എനിക്ക് അതിനൊന്നും നേരമില്ല. പിന്നെ ഓട് പൊട്ടിയാ മാറ്റേണ്ടതും പൈപ്പ് പൊട്ടിയാ നന്നാക്കേണ്ടതും ഒക്കെ നിങ്ങളാ. നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ സ്ഥലം കാലിയാക്കിക്കോ. അങ്ങനെയല്ല ഉൽപ്പലാക്ഷ ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട് നന്നായി നോക്കുന്നില്ലെന്നൊരു പരാതി എനിക്കുണ്ട്. ആ, അത് കൊള്ളാം. ആ, ഇതാ. ഇത് അവിടെ എന്താ? ദാ, ഇത് കണ്ടോ? എന്ത്? ഈ പൂച്ചട്ടി ചരിഞ്ഞായിരിക്കുന്നത്. ആ, ചരിഞ്ഞിരിക്കുന്ന ചട്ടിയിൽ എങ്ങനെ ചെടി വളരും? പിന്നെ ഇതാ നോക്ക്, ഇതിനൊന്നും നിങ്ങൾ വെള്ളം ഒഴിക്കാറില്ല. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി പാടില്ലേ? ചേട്ടാ, കർക്കിടക മാസത്തിൽ എന്തിനാണ് ചെടി നനയ്ക്കാൻ പോണ്ടത്? അതൊന്നും എനിക്കറിയണ്ട. വേറെയും കുഴപ്പങ്ങളുണ്ട് വീടിന്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാ. ഏ? ഞാൻ ശരിക്കൊന്ന് നോക്കട്ടെ. ഇതാര് ജനാർദ്ദന? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ കോൺട്രാക്ട് പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഉണ്ട്. ഉത്തമല്ല, ഞാനൊന്ന് കാണാൻ ഇരിക്കുകയായിരുന്നു. ഇന്നലെ കണ്ടപ്പോ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഉള്ളതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. എന്ത് ജനാർദ്ദന? വൈകുന്നേരം പണി കഴിഞ്ഞു വരുമ്പോ 2 സ്മോൾ അടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ആ, പക്ഷെ അതിന്റെ പേരിൽ ബ്രാൻഡിക്കടയിൽ പോയി ക്യൂ നിൽക്കുകയാണെന്നും എനിക്ക് പറ്റത്തില്ല. അന്വേഷിച്ചപ്പോ 1-2 പേര് പറഞ്ഞു ഉത്തമന് പൈസ തന്ന ഉത്തമൻ സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് തരുമെന്ന്. ഉള്ളതാണോ ഉത്തമ? ഓ, അതെന്ത് ചോദ്യമാണ് ജനാർദ്ദന? ബ്രാൻഡി എന്നല്ല, ഈ സൂര്യന് കീഴിൽ കിട്ടുന്ന എന്ത് സാധനവും ഞാൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരും. പോരെ? ആവശ്യം വരുമ്പോ ജനാർദ്ദനെ വിളിച്ചാ മതി. പിന്നെ എന്റെ നമ്പർ ഉണ്ടല്ലോ കയ്യില്. ആ, ഉണ്ട്. ആ, അപ്പൊ ഞാൻ വരട്ടെ. ആ. 9 മണിക്ക് രാമപണിക്കരുടെ വീട്ടിൽ ചെല്ലാന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പണിക്കരുടെ തിരക്കറിയാലോ. ഓ. വാദം ഒഴിപ്പിക്കലും മന്ത്രവാദവും ഒക്കെ ആയിട്ട് ഫുൾ ബിസിയാ പുള്ളി. അന്യ നാട്ടിൽ നിന്ന് വരെ ആളുകള് ഈ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഉത്തമൻ ഇപ്പൊ എന്താ രാമപ്പണിക്കരെ കൊണ്ട് ആവശ്യം? ഒന്നും പറയണ്ടല്ലോ ജനാർദ്ദനോ. നമ്മുടെ ഉൽപ്പലാക്ഷ ചേട്ടന്റെ ഒരു വീടേ വില്ലേജ് ഓഫീസർ മോരേഡ് സാറിന് വാടക കൊടുത്തിരിക്കുന്ന കാര്യം അറിയാലോ? അറിയാം. ആ വീട്ടിൽ പ്രേതബാധയുണ്ട്. ഉൽപ്പലാക്ഷ ചേട്ടന്റെ അമ്മ ആ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. ഉൽപ്പലാക്ഷ ചേട്ടന്റെ ഭാര്യയും അമ്മയും തമ്മിൽ എന്നും വഴക്കായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ കിടന്ന് നരകിച്ച് മരിച്ച ദാക്ഷാണി അമ്മയുടെ ആത്മാവ് ആ വീട്ടിലുണ്ട്. ആ ആത്മാവിനെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഉൽപ്പലാക്ഷ ചേട്ടൻ പുതിയ വീട് വെച്ച് താമസം മാറിയത്. എന്നിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്തു. ആദ്യം താമസിക്കാൻ വന്നത് കൃഷി ഓഫീസിലെ സോമൻകുട്ടി സാറാണ്. ആദ്യം ഒരാഴ്ച വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു രാത്രി സോമൻകുട്ടി സാറ് നോക്കുമ്പോ ദാ മുറ്റത്ത് നിൽക്കുന്നു ദാക്ഷായണി അമ്മയുടെ പ്രേതം. അങ്ങനെയാണ് ആദ്യ രാമപ്പണിക്കരെ വിളിച്ചോണ്ട് വരുന്നത്. വീട്ടിന്റെ ഗേറ്റ് കടന്നപ്പ രാമപ്പണിക്കര് പറഞ്ഞു, പ്രേതം വീടിനകത്തുണ്ട്, തളയ്ക്കാൻ പാടാണ്, ജീവൻ വേണമെങ്കിൽ വീട് മാറിക്കോ എന്ന്. സോമൻകുട്ടി സാർ അന്ന് തന്നെ പെട്ടി കിടക്കൊക്കെ എടുത്തോണ്ട് സ്ഥലം വിട്ട് കളഞ്ഞു. പിന്നെ കുറെ നാള് വാടകക്കാരൊന്നും ഇല്ലാതെ ഈ വീട് ഒഴിഞ്ഞിടക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസർ മോരേഡ് സാർ വന്ന് ചാടുന്നത്. പ്രേതത്തിന്റെ കഥയൊക്കെ ഒളിച്ചു വെച്ച് ഉൽപ്പലാക്ഷൻ ചേട്ടൻ ആ വീട് മോരേഡ് സാറിന്റെ തലയിൽ കെട്ടിവെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെയും പ്രശ്നം തുടങ്ങി. വീണ്ടും രാമപ്പണിക്കര് വന്നു.
ഇത്തവണ പണിക്കര് പറഞ്ഞു 2 ആഴ്ച കൂടുമ്പോ ഒരു പൂജ ചെയ്ത പ്രേതത്തിന്റെ ശല്യം കുറയ്ക്കാം, വേറെ വഴിയൊന്നുമില്ല. വാടക അഗ്രിമെന്റിന്റെ കാലാവധി ഈ മാസം തീരുകയാണല്ലോ. അത് കഴിഞ്ഞ മോനേഴ് സാറ് ഇവിടെ നിന്ന് പോകും. അതുവരെ തടി രക്ഷിക്കണമല്ലോ. ഇന്ന് രാമപ്പണിക്കരെ പൂജയ്ക്ക് വിളിക്കേണ്ട ഡേറ്റ് ആണ്. അപ്പോ മോഹൻ സാർ സ്വയം ഒഴിയുന്നതാണോ? പിന്നല്ലാതെ ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ഇവിടെ താമസിക്കൂ? ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ആ വീട് വാടകയ്ക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ ശരി, ഞാൻ പൊയ്ക്കോട്ടെ. ഞാൻ ചെല്ലാൻ താമസിച്ചാലേ രാമപ്പണിക്കർ വേറെ ആരുടെയെങ്കിലും പൊക്കളയും. കാലമല്ലാത്ത കാലമല്ലേ, നാട് മുഴുവനും പ്രേതങ്ങളാ. സൂക്ഷിക്കണം. ആ ഇനിയിപ്പൊ എനിക്കൊന്നും പറയാനില്ല. നിസാര വാടകയും തന്നിട്ട് നിങ്ങൾ എന്റെ വീട് നാനാവിധമാക്കി. അതുകൊണ്ട് ഒന്നുകിൽ വീട് ഒഴിയണം, അല്ലെങ്കിൽ 7000 രൂപ വാടക തരണം. ആ. ഈ വീടിനോ? ആ ഉൽപ്രാക്ഷന്റെ വാടകയുടെ കാര്യമാണ് പറഞ്ഞത്, അതോ ഈ വീടിന്റെ മൊത്തത്തിലുള്ള വിലയാണ് പറഞ്ഞത്? മോഹനേഷ് സാറേ, ഞാനൊരു കാര്യം പറയുമ്പോ അതിനകത്ത് കയറി തമാശ പറയാൻ നോക്കല്ലേ. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? എന്റെ ഉൽപ്രാക്ഷേട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ന്യായം വേണ്ടേ? ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വീടിന് 7000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കേൾക്കുന്ന ആളുകളൊക്കെ മുഖത്ത് വിരല് വെക്കും. ചുമ്മാതല്ലോ, വാടക ഞാൻ നേരത്തെ പറഞ്ഞ 5000 രൂപ തന്നാ മതിയായിരുന്നു. പക്ഷേ വീടിന് നിങ്ങൾ വരുത്തിയ നാശനഷ്ടങ്ങൾ കണക്കുകൂട്ടാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ശരിയാക്കണ്ടേ? സാർ എന്ത് തീരുമാനിച്ചു? 4000 രൂപയിൽ 1 പൈസ പോലും ഞാൻ കൂടുതൽ തരില്ല. ആ, ഞാനും ഭാമയും കൂടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഉൽപ്പലാക്ഷൻ ചേട്ടനെ പോലെ ഒരാളുടെ ഭീഷണി കേട്ട് വെറുതെ കളയാനുള്ളതല്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഒന്നുകിൽ സാറ് വാടക 7000 രൂപയാക്കി തരണം, അല്ലെങ്കിൽ അടുത്ത 1-ാം തീയതിക്ക് മുമ്പ് ഒഴിഞ്ഞു തരണം. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാണ്? ഇത് പറയേണ്ട കാര്യം പോലും അല്ല. എഗ്രിമെന്റ് കാലാവധി തീരുമ്പോൾ നിങ്ങൾ സ്വയം ഇറങ്ങേണ്ടതല്ലേ. എനിക്കിനി ഒന്നും പറയാനില്ല. എന്താ വേണ്ടതെന്ന് സാറും വക്കീലും കൂടെ ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ നാളെ രാവിലെ വരുമ്പോ തീരുമാനം പറയണം. വരട്ടെ? അല്ല ചേട്ടാ, അത് ഇതെന്തൊരു അന്യായം! 4000 രൂപ എന്ന് പറഞ്ഞ് 7000 രൂപ ആക്കുന്നു. ഇപ്പോ എന്താ വെള്ളരിക്ക വിടണോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനട്ടാ. ഉൽപ്രാക്ഷേട്ടന് വീട് ആർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഉൽപ്രാക്ഷേട്ടനല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, അതെ. എന്താ ഉത്തമ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ വന്നിട്ട് ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. മാസം 7000 രൂപ വാടക വേണമെന്ന് ഞാൻ കൊടുത്തു തന്നെ. അങ്ങനെ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ചോദിക്കുന്ന പൈസ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പഴയ വീട്ടിലേക്ക് താമസം മാറുന്നതാ. ഇതിപ്പോ ജനാർദ്ദനന് വേണ്ടിയുള്ള കളിയാണെന്നുള്ളത് ഉറപ്പാ. ഞാൻ ആരാ ജനാർദ്ദന മോൻ? വാടക എഗ്രിമെന്റ് പുതുക്കണമെങ്കിൽ മാസം 7000 രൂപ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു. അതോടെ മോഹനേഷ് സാർ ഒതുങ്ങി. സത്യം പറയാലോ, ജനാർദ്ദനെ പരിചയപ്പെട്ടത് മുതൽ ഞാൻ ആലോചിക്കുന്നതാണ് നമ്മൾ തമ്മിലൊരു സൗഹൃദം വേണമെന്ന്. ഇപ്പോ ഈശ്വരനായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഈ മാസം 31-ാം തീയതി മോഹനേഷ് സാർ ഒഴിയും. 1-ാം തീയതി മുതൽ ജനാർദ്ദന് താമസം തുടങ്ങാം. മാസം 6000 രൂപ വാടക. എഗ്രിമെന്റ് എപ്പോ വേണമെങ്കിലും എഴുതാം. ഒരു 100 രൂപയുടെ മുദ്രപത്രം വാങ്ങി ജനാർദ്ദൻ എന്റെ വീട്ടിലേക്ക് പോരെ. ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ അമ്മ മരിച്ചിട്ട് എത്ര നാളായി? എന്റെ അമ്മയോ? ആ, ചേട്ടന്റെ അമ്മ. 10-12 വർഷമായി. അത് കഴിഞ്ഞാണോ ഉൽപ്പലാക്ഷൻ ചേട്ടൻ പുതിയ വീട് വെച്ചത്? അതെ, ഈ വീട്ടിൽ ചില അസൗകര്യങ്ങളുണ്ട്. അപ്പൊ തോന്നി പുതിയൊരു വീട് വെക്കാവുന്നു. അങ്ങനെ ചെയ്തതാ. അല്ല, ജനാർദ്ദൻ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. പിന്നെ ഉൽപ്പലാക്ഷൻ ചേട്ടാ, ഞാൻ ആലോചിച്ചപ്പോ തോന്നി ഇപ്പോഴങ്ങനെ 6000 രൂപയൊക്കെ മുടക്കി ഒരു വീട് വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ഇപ്പൊ പണിയും കുറവാ. ചിലപ്പോ 2 മാസത്തേക്ക് പണി ഉണ്ടായില്ല എന്നും വരും. അങ്ങനെയുള്ളപ്പോ വീട് വാടകയ്ക്ക് എടുത്താ മാസാമാസം പൈസ വെറുതെ തരണ്ടേ?
എന്ന് പറഞ്ഞ എങ്ങനെയാ? ജനാർദ്ദനം വാക്ക് പറഞ്ഞോണ്ടല്ലേ ഞാൻ മോനേഷ് സാറിനോട് ഒഴിയാൻ പറഞ്ഞത്. വാക്കല്ലേ പറഞ്ഞുള്ളൂ, എഗ്രിമെന്റ് എഴുതിയിട്ടൊന്നും ഇല്ലല്ലോ. ഛേ, എനിക്ക് ആ വീട് വേണ്ട. അതെന്ത് ന്യായം? ന്യായമൊക്കെ നമ്മൾ മനുഷ്യർ തമ്മിലല്ലേ പറയാൻ പറ്റൂ. പക്ഷെ പ്രേതത്തിന്റെ കാര്യം വരുമ്പോ അത് വല്ലതും നടക്കൂ. എനിക്ക് ആ വീട് വേണ്ട. ഛേ. ആ റെഡിയായോ? ഇനിയിപ്പോ എന്ത് ചെയ്യും മോനട്ടാ? ഉൽപ്രാശേട്ടൻ ഒരു ഒത്തീർപ്പിനും തയ്യാറാവും തോന്നില്ല. എന്ന് വെച്ച് അദ്ദേഹം ചോദിച്ച 7,000 രൂപ കൊടുക്കാൻ പറ്റുമോ? അതെന്തായാലും പറ്റില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ നമ്മൾ ചെയ്യണമെന്നില്ല. ചെയ്യാനുള്ളത് പ്രേതം ചെയ്തോളും. ഇത് പ്രേതോ? എന്താ നീ പ്രേതം എന്ന് കണ്ടിട്ടില്ലേ? ആഗ്രഹങ്ങൾ സാധിക്കാതെ മരിച്ചു പോകുന്നവരുടെ ആത്മാവ് ഗതി കിട്ടാതെ ഭൂമിയിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുമെന്നാണ് പറയാറുള്ളത്. കൺമുൻപിൽ കിട്ടുന്ന ആളുകളൊക്കെ ഉപദ്രവിച്ചളെ, ചിലപ്പോ ചോര കുടിക്കും. മോനട്ടാ എന്തൊക്കെയാ പറയുന്നത്? 10-12 വർഷം മുമ്പ് മരിച്ചുപോയ ദാക്ഷായണി അമ്മയുടെ ആത്മാവ് ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്. ആ പ്രേതം നമ്മളെ രക്ഷിക്കും. വട്ടാണോ? ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും വട്ടാണ്. അത് ഒരു ലോക നിയമം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ വന്നയാളെ കൊണ്ടുവന്നത് ആ പ്രേതമാണ്. ആ ഇനിയിപ്പോ എന്തിനാ വീട്ടിൽ വന്നേക്കണേ? എന്താ പ്രശ്നം ചേട്ടാ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ ഞാനും മോനേഷ് സാർ തമ്മിൽ എന്ത് പ്രശ്നം? ആ അത് ശരിയാ, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ. പ്രശ്നം വാടക കാര്യത്തിലാണല്ലോ. ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വീട് ആർക്കാണ് വാടകയ്ക്ക് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത് ഉൽപ്പലാക്ഷൻ ചേട്ടനാണല്ലോ. അതിപ്പോ വേറെ ആർക്കും ഇടപെടാൻ പറ്റില്ലല്ലോ, അല്ലേ ഭമേ? അങ്ങനല്ലേ നിയമം? അതെ, അത് ശരിയാ. അതുകൊണ്ടാണല്ലോ ഈ വീട് വാടകയ്ക്ക് തരുമോ എന്ന് ചോദിച്ച് പലരും വന്നിട്ടും അവർക്കൊന്നും കൊടുക്കാതെ ഞാൻ മോനേഷ് സാറിന് തന്നെ വന്നത്. കുറച്ചു മുമ്പ് ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെയോ? ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോ മോനേഷ് സാറ് തിരിച്ചെന്തൊക്കെ പറയുന്ന അറിയാനുള്ള കൗതുകത്തിൽ പറഞ്ഞല്ലേ. ഉൽപ്രാശേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? സത്യം നോക്കിയില്ലേ, എന്റെ ഈ വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്നെങ്കിൽ അതെന്റെ മോനേഷ് സാറും വക്കീലും ആയിരിക്കും. എന്റെയാ? വില്ലേജ് ഓഫീസർ മോനേഷ് സാറ് എന്റെ വീട്ടിലാ താമസിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമല്ലേ. പക്ഷേ ഞങ്ങള് വീട് സൂക്ഷിക്കുന്നില്ലെന്നാണല്ലോ ഉൽപ്പലാക്ഷൻ ചേട്ടൻ നേരത്തെ പറഞ്ഞത്. അതൊക്കെ എന്റെ ഒരു നമ്പറല്ലേ. വാടകക്കാരെ കാണാൻ ചെല്ലുന്ന എല്ലാ വീട്ടുടമസ്ഥരും അങ്ങനെ പറയാറുണ്ട്. വെറുതെ. പിന്നെ വാടക 4,000 രൂപ എന്നുള്ളത് 7,000 രൂപയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അയ്യോ, സാർ അത് സീരിയസ് അല്ലേ എടുത്തോ? ഈ വീടിന് എങ്ങനെയാ സാറേ 7,000 രൂപ വാടക കിട്ടുന്നത്? എനിക്ക് ഇപ്പൊ കിട്ടുന്ന 4,000 രൂപ കിട്ടിയാ മതി. പിന്നെ അടുത്ത കൊല്ലം എന്തോ കൂട്ടിത്തരാന്ന് വക്കീല് പറഞ്ഞായിരുന്നല്ലോ. ആരെ? അതൊക്കെ ഒരു തമാശ പറഞ്ഞല്ലേ. അടുത്ത കൊല്ലമല്ല, അതിനടുത്ത കൊല്ലം പോലും 10 പൈസ കൂട്ടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട, എന്തിനാ? 4,000 രൂപ വാടകയെന്ന് പറഞ്ഞാൽ ധാരാളമാ. അത് മതി എനിക്ക്. ഈ കേടായ പൈപ്പൊക്കെ ശരിയാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അയ്യോ, അത് പറയാനാ ഞാൻ വന്നത്. പ്ലംബർ ചന്ദ്രൻ നാളെ രാവിലെ വരും. ആ ചന്ദ്രൻ. അപ്പോ ആ പൊട്ടിയ ഓടിന്റെ കാര്യോ? അതിനും ആള് വരും. വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയി വാങ്ങിച്ച് ഞാൻ തന്നെ മാറ്റി വെച്ച് തരും. പോരെ? അതുപോലെ അല്ല, അതുപോലെ ആ കാറിന്റെ കാര്യമല്ലേ, ആ അത് വെട്ടിത്തെളിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞു. അപ്പോ ഇനി നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറിന് ഇഷ്ടമുള്ള കാലം വരെ ഇവിടെ കഴിയുന്നു. സ്വന്തം വീട് പോലെ കരുതിക്കോളാം. അപ്പോ ഞാൻ വരട്ടെ. അതെ, ഇയാൾക്ക് ഭ്രാന്തായോ? ഞാനൊരു പ്രേതത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതാണ് സംഭവം. പ്രേതോ?
ജീവിതത്തിൽ ആദ്യമായി ഉത്തമൻ ബുദ്ധിപൂർവം ഒരു കാര്യം ചെയ്തു. അതിന്റെ ഫലമാണ് നമ്മൾ ഈ കണ്ടത്. കൃത്യമായി മാസാമാസം വാടക കൊടുക്കുന്ന, വീട് പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു വാടകക്കാരനെ കളയുന്നത് അബദ്ധമാണ് എന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടന് വൈകിയാണ് മനസ്സിലായത്. പക്ഷെ എനിക്കിപ്പോഴൊന്നും മനസ്സിലായില്ല. ഇത് ഒരു ഭയങ്കര പ്രേതത്തിന്റെ കഥയാണ്. പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞ നീ പേടിക്കും. ഉത്തമൻ ഒരു ബുദ്ധിമാനാണെന്ന് വില്ലേജ് ഓഫീസർ ഇപ്പോഴെങ്കിലും സമ്മതിച്ചത് നന്നായി. ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ കുബുദ്ധിയിൽ വിരിഞ്ഞ ഒരു ഗംഭീര ആശയമാണ് നിമിഷ നേരം കൊണ്ട് നിഷ്പ്രഭമായി പോയത്. ഉത്തമനെ സ്ഥിരമായി കൂടെ കൂട്ടുന്നത് നഷ്ടക്കച്ചവടമല്ല എന്ന് വില്ലേജ് ഓഫീസറെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.